ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഫാത്തിമ മോളും അതുപോലെ തന്നെ മുത്തുമോളും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ മൈലാഞ്ചിയൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. ഈ ഒരു പെരുന്നാൾ സീസൺ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മൈലാഞ്ചിയിലും അവിടെ താത്താൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ കിട്ടും. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് മൈലാഞ്ചി മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുക, ഞാൻ സ്വന്തമായിട്ടൊക്കെ ഇടാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ മറ്റൊരാളുടെ കയ്യിൽ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഫാത്തിമ മോളുടെ കയ്യിലാണ് ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇടുന്നത് കേട്ടോ. കുറേ നാളായിട്ട് ഈ ഒരു മൈലാഞ്ചിയിട്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലത്തെ യാതൊരു ഡിസൈനും അതിൽ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ശരി, കുട്ടികളാണല്ലോ, അവർ യാതൊന്നും നമ്മളോട് പറയില്ലല്ലോ, അവർക്ക് കൈ നിറയെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവരെ കയ്യിലിങ്ങനെ മൈലാഞ്ചി ഓരോന്നോരോ ഭാഗങ്ങളായിട്ടിട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. കൈയിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ മൊത്തമായിട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചുമോൻ പറഞ്ഞു കൈയിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെയും കൂടെ കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈയിൻ്റെ ആ കൈപ്പത്തിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഫാത്തിമ മോളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് ഒന്നും കൂടെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ അതിലേക്ക് മൈലാഞ്ചി ഇതുപോലത്തെ ഡോട്ട്സ്, കുറേ അധികം ഡോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് കുറച്ചധികം നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കള്ളികളും പുത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ നമ്മൾ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈൻ്റെ ഈ ഒരു ഭാഗം കൂടി ഞാൻ ഇങ്ങനെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അതോടുകൂടി നമ്മുടെ ഫാത്തിമ മോളുടെ മൈലാഞ്ചി ഇടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുത്തുമോൾ വന്നിരിക്കുകയാണ്. മുത്തുമോളുടെ ആദ്യത്തെ വീഡിയോ ഒന്നും നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുപോലത്തെ അറിയാവുന്ന ഡിസൈനുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ വരച്ച് കൈയൊന്ന് ഫുള്ളാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഡിസൈനൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ അത് ഫുള്ളാക്കി എടുക്കുക എന്നുള്ളതാണ്. അവർക്കതിങ്ങനെ കാണുന്ന സമയത്ത് കൈ നിറയെ മൈലാഞ്ചി കാണുന്നു, അത്ര വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുത്തുമോൾക്കാണെങ്കിൽ കൈയൊന്നും അനക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. വളരെ സീരിയസ് ആയിട്ട് അവൾ അതിനിങ്ങനെ പോസ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു ഡിസൈൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ലാവുന്ന രീതിയിൽ മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ മുഖം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അവൾക്ക് അതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, ആ കൈ ഇങ്ങനെ നിറയുന്ന സമയത്ത് അവളുടെ മുഖത്തിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. മുത്തുമോളുടെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ആ ഒരു കണ്ണ് അതിലേക്ക് മാത്രമായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ. നമ്മുടെ ഫാത്തിമ മോളുടെ രണ്ടാമത്തെ കൈ ഫാത്തിമ മോൾ അടിപൊളിയായിട്ടുള്ള ഡിസൈനൊക്കെ അതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ഞാൻ വിചാരിക്കാത്ത മോഡൽ ഡിസൈനൊക്കെ അവൾ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, അതിൽ ബാക്കി കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ. അതിനുശേഷം നമ്മുടെ
നമ്മുടെ മുത്തുമോളുടെ കയ്യിലും 2 കയ്യിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ മോൾ പറഞ്ഞു അവൾക്ക് ഭയങ്കരമായിട്ട് ആ മൈലാഞ്ചി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഡിസൈന് കുറച്ച് അവൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും അവൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുത്തുമോളുടെ ഡിസൈനും അവൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ആ ഒരു കളികളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ പണ്ട് ചെയ്യാറുണ്ടല്ലോ ഒരു തെച്ചിപ്പൂവിൽ നിന്നൊക്കെ തേൻ കുടിക്കുന്ന ആ ഒരു പരിപാടി. അപ്പോൾ സച്ചു മോനും അതുപോലെ തന്നെ നമ്മുടെ ആദിൽ മോനും നമ്മുടെ ഫാത്തിമ മോളുടെ ഏട്ടനാണ് കേട്ടോ ആദിൽ മോനും. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ മുറ്റത്ത് ഞാൻ വളർത്തിയിട്ടുള്ള തെച്ചിപ്പൂവിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു പൂവ് പോലും ബാക്കി വെക്കാത്ത എല്ലാ പൂവുകളും പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ തേൻ കുടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അവൻ്റേത്. അപ്പോൾ ഇതാ നമ്മുടെ മുത്തുമോൾക്ക് ഇപ്പോഴും അവളുടെ ആ ഒരു മൈലാഞ്ചിനെ വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. ആ കൈ നിറയെ ഇട്ടിട്ടുള്ള ആ ഒരു മൈലാഞ്ചി അവൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവൾ ഇവരെല്ലാവരും തേൻ കുടിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തുമോളിനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും അത് കണ്ടുള്ളത്. ആ 2 കയ്യിലും മൈലാഞ്ചി ഇട്ടത് കാരണം നമ്മുടെ മുത്തുമോൾക്ക് ആ ഒരു തേൻ അതിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിലാണ് കാണുന്നത്, അതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതോടുകൂടി അവർ മൈലാഞ്ചിയെല്ലാം ഇട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നാളെ പെരുന്നാൾ ആഘോഷങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഫാത്തിമ മോളെയും മുത്തുമോളെയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. അടുത്ത കിടിലൻ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട്. താങ്ക്